ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവുമുള്ളവരായി നിൽക്കേണ്ടതിന്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിലനിൽക്കേണ്ടതിന് അവൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ല, അവൻ നിങ്ങൾക്ക് വേണ്ടി യാബോക്കെന്ന കടവിൽ യാക്കോബ് പോരാടിയതുപോലെ ഒരു മൽപ്പിടുത്തം നടക്കുകയാണ്. നിങ്ങളിൽ ഒരുത്തനെ പോലും പൈശാചിക ശക്തികളുടെ ദൂതന്മാർ, ഏജന്റുകൾ ഇറങ്ങി ലോകത്തിന് അനുരൂപരായി തീരുവാനിടവരാതെ വണ്ണം അവൻ നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞാടിന്റെ രക്തത്താലുള്ളൊരു വലയം സംരക്ഷണമാക്കി നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരട്ടെ, അല്ലേ, ഏതെല്ലാം പൊസിഷനുകളും ഏതെല്ലാം സ്റ്റാൻഡേർഡുകളും ഏതെല്ലാം മാൻഷൻ ഹൗസുകളും ഏതെല്ലാം പ്രസ്റ്റീജ് ടൈപ്പുള്ള വാഹനങ്ങൾ ലഭ്യമാകട്ടെ, കർത്താവിനോട് പറഞ്ഞ സൃഷ്ടാവിനെ തള്ളിയിട്ട് സൃഷ്ടിയെ ഞാൻ ഭജിക്കത്തില്ല. ഇതിൻ്റെ എല്ലാം കാരണഭൂതനായ ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന ഒരു കണ്ണും നിലവിളിക്കുന്ന ഒരു ഹൃദയം മടക്കാൻ, ഒരു മുട്ടുമടിക്കാൻ ഒരു കൈമുണ്ടെങ്കിൽ ദൈവം പറയും, നിന്നെ ഞാൻ ഇനിയും മാറ്റാം മോനെ, കാര്യം നീ നിഗളിക്കത്തില്ല.